പഴമായും പച്ചക്കറിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ബട്ടർനട്ട് സ്കോഷ് വ്ളാത്താങ്കരയിലും വിളഞ്ഞു എന്നതാണ്. മത്തൻ്റെ അനിയൻ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന, മത്തൻ ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാത്തരം കറികളിലും ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പഴമായും പച്ചക്കറിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കാർഷിക വിളയാണ് ബട്ടർനട്ട് സ്കോഷ്. കേരളത്തിൽ വളരെ പരിചിതമല്ലാത്ത ഒരു കാർഷിക വിളയാണ്. ഈ അടുത്ത കാലത്താണ് കേരളത്തിലെ ചുരുക്കം ചില കർഷകരൊക്കെ ഇത് കൃഷി ചെയ്ത് ഒന്ന് പോപ്പുലറായി വരുന്നതേ ഉള്ളൂ. കണ്ട അതിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ കുപ്പി പോലെ ഇരിക്കുകയാണ്. ഇതിന് നമ്മൾ മലയാളത്തിൽ കുപ്പിക്കായ എന്ന് പറയും. ഇതിൻ്റെ പച്ചയ്ക്ക് നമ്മൾ മുറിച്ച് കഴിച്ചാൽ പോലും റെഡ് ലേഡി പപ്പായ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ ബട്ടർനട്ട് സ്കോഷ് എന്നത്. ഇത് മെച്ചുറായി കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം മാറും, നല്ല ഒരു പർപ്പിൾ കളറായി മാറും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കുട്ടികൾക്കൊക്കെ രുചികരമായി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമായിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, സ്കോഷ് ഉണ്ടാക്കാം, ജെല്ലി ഉണ്ടാക്കാം. അങ്ങനെ വിഭവസമൃദ്ധമായ എല്ലാത്തരം ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ വെജിറ്റബിളും ഫ്രൂട്ട്സുമാണ് ബട്ടർനട്ട്.